എന്താ? ഒന്നുമില്ല. സാറിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം? ആ, ചെറിയൊരു പൊട്ടിത്തെറി. അത് സോൾവ് ആയി. ഇവിടെ ഇനി സാറിനെ കുറിച്ച് അത് വിട്ടേക്ക്. രണ്ടുപേര് ചുമ്മാ ഒന്നിച്ചു നിന്ന ഗോസിപ്പുണ്ടാവുന്ന സ്ഥലമാണ് ക്യാമ്പസ്. അതിന് ചെവി കൊടുക്കണ്ട. എന്നാലും എല്ലാരും കൂടി പറഞ്ഞ നമ്മുടെ ചെവി പൊത്താൻ നമ്മുടെ കൈകൾ തന്നെ ധാരാളമല്ലേ. ഇനി കളിയാക്കി കമന്റ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കരയാൻ നിൽക്കണ്ട. ബോൾഡായിരിക്കണം. രംഭ കണ്ടോ സാറിന്? വിളിച്ചു, ഞാനെടുത്തില്ല. നല്ല കാര്യത്തിനൊന്നും അല്ലല്ലോ. കഴിഞ്ഞില്ലേ? എന്ത്? അല്ല, ഇന്നലത്തെ ഫ്ലാഷ് ബാക്കേ. ഞാൻ റോഷ്നിയുടെ അടുത്ത് വെറുതെ പോയതാ, നിങ്ങക്ക് കുറച്ച് സമയം തരാൻ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇരുന്നോട്ടെ സാറേ? ഇരുന്നോ. നീ വരുന്നില്ലേടി? ആ വാ. ഫ്രണ്ട്സ്, നമ്മുടെ ഒരു സുഹൃത്തിന് ഇന്നലെ ഒരു അബദ്ധം പറ്റി. പുള്ളിക്കാരി ഒരു ബീച്ച് ഹൗസിൽ കുടുങ്ങിപ്പോയി. വെറുതെ കുടുങ്ങിയതല്ല, അതാണ് ട്വിസ്റ്റ്. എന്താ രാഹുൽ? പറയാം. സുന്ദരനും സുമുഖനുമായ നമ്മുടെ ഒരു അധ്യാപകനും കൂടെ ഉണ്ടായിരുന്നു. സാറും കുട്ടിയും തമ്മിൽ എന്തിനാ ഒഴിഞ്ഞ ബീച്ച് ഹൗസില്? സംശയിക്കില്ലേ? സംശയിക്കും. അതേടോ, അതിന് നിനക്കെന്താ? പത്മിനി, ഇങ്ങോട്ട് വന്നേ. നീ അവരോട് മിണ്ടാനൊന്നും പോണ്ട, നമുക്ക് അവിടെ ഇരിക്കാം. രംഭ, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ? ഒരു ഫുൾ നൈറ്റ്. രാഹുൽ, നാട്ടിൻപുറത്തൊക്കെ ഇത് സർവ്വസാധാരണ ആയിരിക്കും അല്ലേ? ഏയ്, നാട്ടിൻപുറം നന്മകളാൽ സമർത്ഥമല്ലേ. അവർക്ക് നമ്മളാ കുഴപ്പക്കാര്. ഒരുമിച്ച് നടന്നാ കുറ്റം, ഇരുന്നാ കുറ്റം. അവർക്ക് ഒരു രാത്രിയോ പല രാത്രിയോ ആകാം. നോ പ്രോബ്ലം. എന്തായാലും ഗുരുദക്ഷിണ കൊള്ളാം. ഇതുപോലെ ഒരിടത്തുണ്ടാവില്ല. ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സന്ദർശനമൊക്കെ ഉണ്ടാവും. അതേടാ, ഇനിയും പോകുന്നുണ്ട്. അതിന് നിനക്കെന്താ? ഒരു കാര്യത്തില് സ്വന്തം അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയണം. നീ ഒരാണല്ലേ. ഇന്ന് വരെ ഒരു വാലാട്ടിപ്പട്ടി കുരയ്ക്കുന്നത് പോലെ കുരയ്ക്കാനല്ലാതെ, ഇവളുടെ പിന്നാലെ നടക്കാനും അല്ലാതെ സ്വന്തം നട്ടലിന്റെ ബലത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഏയ്, വാ എടുക്കടി. കബനി, വാ. വന്നു ആറ്റം ബോംബ്. വന്നു ആറ്റം ബോംബ്. കബനി ആൻഡ് പത്മിനി, നിങ്ങൾ ഓഫീസിലേക്ക് ചെല്ലണം. എന്താ മാഡം? നിങ്ങൾ ടേം ഫീസ് അടച്ചില്ലല്ലോ. അയ്യോ, അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നോട്ടീസ് ബോർഡിലുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷാ, മനസ്സിലായിട്ടുണ്ടാവില്ല. മാഡം, ഈ അവർ ക്ലാസ് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? പോരാ, ക്ലാസ് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ഓഫീസിൽ പോയിട്ട് വരൂ. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു എന്നാണ് നോട്ടീസിൽ. നിങ്ങളെന്താ ക്ലാസ്സിൽ പോണില്ലേ? ഇല്ല, ഞങ്ങൾക്കൊന്ന് പുറത്തു പോണം. രംഭ, ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിലേ നല്ല വൃത്തിയായിട്ട് കൊടുക്കണം. എന്നാലേ പിന്നെ നമ്മൾ തമ്മിൽ കാണുമ്പോ ഒരു രസം ഉണ്ടാവും. വാടി. അഹങ്കാരികള്.
രംഭ നീ ഒരു സംഭവം തന്നെടി. നിങ്ങൾ എന്താ എന്നെ പറ്റി കരുതിയത്? ഇതാണോ നീ പറഞ്ഞ ആറ്റം ബോംബ്? അതെ, ഇന്നലത്തെ രാത്രിക്ക് കൊട്ടാരമുറ്റത്തിന്റെ മറുപടിയാ. ഇതാണ് ഷോക്ക് ട്രീറ്റ്മെന്റ്. ഇനി കാണാൻ ഓടുന്നത് അത് എവിടെ വരെയാണെന്ന് എനിക്കൊന്ന് അറിയണം. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. എന്താ സൂര്യ അഡ്വക്കേറ്റിനെ വിളിപ്പിച്ചത്? എന്തെങ്കിലും എമർജൻസി? പാർവതി അമ്മയും ഭർത്താവ് രാമനാഥനും എഴുതി വെച്ചിരിക്കുന്ന വിൽപത്രം വായിച്ചു കേൾക്കണമെന്ന് മറ്റു കക്ഷികൾ. മറ്റ് കക്ഷികളോ? വക്കീലെ, ഇത് കോടതിയൊന്നും അല്ല, എൻ്റെ വീടാണ്. ഐ ആം സോറി, ഞാൻ സൂര്യനാരായണൻ കൂടി പറഞ്ഞതുകൊണ്ട്. അമ്മേ, എത്ര നാളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും? അമ്മയുടെ അച്ഛൻ്റെ മനസ്സിലെന്താണെന്ന് അറിയേണ്ടവർ അറിയട്ടെ. വിൽപത്രത്തിൻ്റെ അർത്ഥം എന്താ? ഞങ്ങളുടെ കാലശേഷം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവകകൾ ആരനുഭവിക്കണം എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം. അത് രഹസ്യമല്ലേ വക്കീലെ? അതെ, എന്നാലും കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ മാറിക്കിട്ടുമെങ്കിൽ. എവിടെ? കണക്കറിയുന്നത് കണക്ക് തീർക്കാനാണെങ്കിൽ അവിടെ തീർന്നില്ലേ എല്ലാം? രാമേന്ദ്രൻ പൊയ്ക്കോളൂ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കാം. ശരി, ആയിക്കോട്ടെ. വക്കീലിനെ പറഞ്ഞു വിടാൻ വരട്ടെ. വിൽപത്രം രഹസ്യമാണ്. പക്ഷേ നാളെ ഒരു ദിവസം അത് നടപ്പിലാക്കുമ്പോൾ ഇവിടെ ആരൊക്കെ വേണം, ഈ തറയിൽ ചവിട്ടാൻ ആർക്കൊക്കെ അവകാശം എന്ന് ഞങ്ങൾക്കറിയണം. ഇക്കാര്യത്തിൽ അമ്മ എതിര് പറയണ്ട. ഇഷ്ടങ്ങൾ മുദ്രക്കടലാസിലാക്കി തലയണ കീഴിൽ വെച്ചാൽ അമ്മ സുഖമായിട്ട് ഉറങ്ങും. ഉറക്കമില്ലാത്തത് ഞങ്ങൾക്കാണ്. അമ്മേ, ആർക്കും പിടിവാശി വേണ്ട. സൂര്യ, ഉറക്കം കിട്ടട്ടെ അമ്മേ. അതോടെ നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കുമല്ലോ. ഒരു കാര്യം ഞാൻ പറയാം. കൊട്ടാരമുറ്റത്തിൻ്റെ ഭാവി ഈ വായിക്കുന്ന പ്രമാണം തന്നെയാണ്. അത് ആർക്കൊക്കെ കയ്പുള്ളതായാലും മധുരമുള്ളതായാലും ഒരു മാറ്റവും ആരും പ്രതീക്ഷിക്കേണ്ട. വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഈ വിൽപത്രം രജിസ്റ്റർ ചെയ്യും. അതോടെ അത് രേഖയാകും. വക്കീലേ, വായിക്കും. വരട്ടെ. അതിനു മുൻപ് ആദ്യം വായിക്കേണ്ടത് ഈ മരണ സർട്ടിഫിക്കറ്റ് ആണ്. ആരുടെ മരണ സർട്ടിഫിക്കറ്റാ? ഇവിടെ എഴുതുന്നതും കൊടുക്കുന്നതുമെല്ലാം ഭാവനയിലുള്ള ചിലർക്കാണല്ലോ. ആ കാത്തിരിപ്പിന്റെ മരണക്കുറിപ്പ് തന്നെയാണിത്. What do you mean? അതെ സൂര്യ, അമ്മയ്ക്ക് പ്രതീക്ഷയും ഞങ്ങൾക്ക് ഭീഷണിയുമായിട്ട് കഴിഞ്ഞ 17 വർഷമായി ഒരുത്തി ഉണ്ടല്ലോ. കൊട്ടാരമുറ്റത്തെ ആദ്യത്തെ പേരക്കുട്ടി. നിയമം വക്കീൽ പറഞ്ഞു തരും. ജീവിച്ചിരിപ്പുണ്ടെന്ന് യാതൊരു തെളിവുമില്ലാത്ത ഒരാൾക്ക് കാത്തിരിപ്പിനും ചട്ടങ്ങളുണ്ട്. ഈ കാലയളവിൽ കണ്ടെത്താത്തതിനെ മരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്താനും ഒരു മജിസ്ട്രേറ്റിന് പറ്റും. മരിച്ചുവെന്ന് നിനക്കെന്താ ഉറപ്പ്? ജീവിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്കെന്താ ഉറപ്പ്? വക്കീലെ, ഇനി വായിച്ചോളൂ. വേണ്ട. എന്റെ സ്വപ്നങ്ങൾ ചിതയിൽ വെക്കാൻ വേണ്ടിയല്ല വിൽപത്രം. എന്റെ പേരക്കുട്ടി മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ഇത്രയും നീചമായ വഴികൾ അന്വേഷിച്ച് നടക്കുന്നവരുടെ മുമ്പിൽ ഒന്നും വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വക്കീലേ, വിൽപത്രം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അമ്മേ, ഇത് ഒളിച്ചോട്ടമാണ്. ആരുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടാൻ? നിന്റെ അമ്മയുടെ മുമ്പിൽ നിന്നോ? ഈ കുടുംബത്തിൽ ആരെയെങ്കിലും ഭയപ്പെടുത്താനുള്ള ശേഷി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത് നിയന്ത്രിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതുകൊണ്ട് മാത്രമാണ്. അടഞ്ഞ മുറിയും വിഴുങ്ങിയ നാവും വിധിച്ചു തരാൻ എനിക്കാവും. മറക്കണ്ട. സൂര്യ, ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാ. ഏതെങ്കിലും രീതിയിൽ വിൽപത്രം തുറക്കാതെ അമ്മ ഇത് അവസാനിപ്പിക്കുമെന്ന്.
ഉള്ളടക്കം അത്ര ഗംഭീരമായിരിക്കും, അതാ മടി. മോളെയും കൂട്ടി മേനക നിയമത്തിന്റെ മുൻപിലേക്കൊന്ന് ഇറങ്ങാൻ തീരുമാനിച്ചാൽ ചില തീരുമാനങ്ങളൊക്കെ നിയമത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. എന്താ നിങ്ങളുടെ ഉദ്ദേശം? തറവാടിന്റെ മാനം തെരുവിലും കോടതിയിലും പിച്ചി ചീന്താനോ? നിയമവും ഉദ്യോഗസ്ഥരും വീതം വെപ്പും അതല്ലാതെ ഒരു സാധാരണ കുടുംബത്തിൽ സംഭവിക്കുന്ന എന്താ ഇവിടെ ഉള്ളത്? സൂര്യ, ഭീഷണിയായിട്ടൊന്നും കരുതണ്ട. മേനകയ്ക്കോ മകൾക്കോ നിയമത്തിന്റെ മുൻപിലേക്കുള്ള വഴി നിങ്ങൾ അടച്ചേക്കാം. പക്ഷേ എനിക്ക് ആ വിലക്ക് വരില്ല. ഇന്നീ വിൽപത്രം വായിച്ചു കേട്ടില്ല എങ്കിൽ എന്റെ മകളുടെ സുരക്ഷിതത്വത്തിന് ഏതറ്റം വരെയും ഞാൻ പോകും. അമ്മയോടൊന്ന് സംസാരിച്ചു നോക്ക്. കുടുംബതർക്കമല്ലേ, തീരുമാനം എടുക്കേണ്ടത് പാർവതി അമ്മ തന്നെയല്ലേ? ശരി, ഒരിക്കൽ കൂടി ഞാൻ അമ്മയെ വിളിക്കാം. പക്ഷെ വിൽപ്പത്ര വായനയ്ക്ക് ശേഷം ഒരു വിചാരണയ്ക്കും ആരും നിൽക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. ആ, സമ്മതം. എന്റെ വാശി ഏട്ടനറിയാവുന്നതല്ലേ? നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ ഏട്ടാ, പൊരുതി പോകും. ബെല്ലടിക്കുന്നുണ്ട്. എടുക്കുന്നില്ല. എടുക്കും. കട്ടായി. നീ ഒന്നുകൂടി വിളിച്ചോ. കിട്ടുന്നില്ലടി. എടുക്കുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോ വല്ല മീറ്റിംഗിലെങ്ങാനും ആവും. നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം, അപ്പൊ കിട്ടുമായിരിക്കും. ചിലരെ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോൾ എടുക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര വിളിച്ചിട്ടെന്താ? അവിടെ ഇരിക്കാടി. ഇനിയിപ്പോ എന്ത് ചെയ്യാന്നാ ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ? അവിടേക്കോ? അവിടെ അവരെല്ലാരും ഉണ്ടാവില്ലേ? അതിനിപ്പോ എന്താ, നമുക്ക് അവരെ ആരെയും കാണണ്ട, പാർവതി അമ്മ മാത്രം കണ്ടാ മതി. എന്നാലും പിന്നെ അല്ലാതെ ഫീസിന്റെ കാര്യം എന്ത് ചെയ്യാനാ? എടി, എനിക്കെന്തോ അവിടെ വെച്ച് രംഭ നമ്മളെ കണ്ടു കഴിഞ്ഞാ ഏതെങ്കിലും വിധത്തിൽ അവളെ കണക്ക് തീർക്കും. നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, ഡേറ്റ് ഇല്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഭൂമിയിലേക്കാണോ പാതാളത്തിലേക്കാണോ എന്ന് അറിയാത്ത നമുക്ക് ഇനി ആര് നാണം കെടുത്തിയാലോ എന്താ അല്ലേ? ഒന്നുകിൽ എല്ലാം കൂടി ഒന്നിച്ചു തീരണം, അല്ലെങ്കിൽ ഒരു വഴി. നമുക്ക് പോയാലോ? അതാ നല്ലത്. അമ്മയെ കണ്ട അപ്പൊ തോന്നുന്ന പോലെ. ആ അമ്മ ഇനി ദൂരെ എവിടെയെങ്കിലും പോയതാവോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഋഷി സാറിനോട് ചോദിക്കാമല്ലോ. എന്തായാലും വാ, നമുക്ക് ചോദിച്ചു നോക്കാം. ഈശ്വര, ആ വഴിയും കൂടി മുടക്കല്ലേ. ആ അമ്മ അവിടെ തന്നെ ഉണ്ടാവണേ. നീ വാ. അമ്മ ഇപ്പൊ വരും. ഇനി മറ്റൊന്നും പറഞ്ഞ് അമ്മയെ വേദനിപ്പിക്കരുത്.
ഇനി അമ്മയ്ക്ക് ഒരു നാണക്കേട് ഫീൽ ചെയ്താൽ എനിക്ക് സൈലന്റ് ആവാൻ പറ്റില്ല. വക്കീലേ, വിൽപത്രം വായിക്കൂ. അതിനു മുൻപ് വക്കീലത് വായിക്കും, തിരിച്ചു പോകും. അതേ ഉണ്ടാകൂ. മറ്റൊരു ശബ്ദം വേണ്ട. വായിക്കേ. 2019 ആണ്ട് ജനുവരി മാസം 27-ാം തീയതി കൊട്ടാരമുറ്റത്ത് രാമനാഥനും ഭാര്യ പാർവതിയമ്മയും സംയുക്തമായി എഴുതി വയ്ക്കുന്ന വിൽപത്രം. ഈ വിൽപത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത് കൊട്ടാരമുറ്റത്തിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളും ആയതിൻ്റെ വരുംകാല അവകാശികൾ താഴെ പറയുന്നവരുമാകുന്നു. വിൽപത്രമനുസരിച്ച് നിലം, ബിസിനസ്, ബാങ്ക് ആസ്തികൾ എന്നിവകൾ അടക്കമുള്ള 120 കോടിക്ക് അവകാശി കൊട്ടാരമുറ്റം രാമനാഥന്റെയും പാർവതി അമ്മയുടെയും ഏക മകനായ സൂര്യനാരായണന്റെ മകൾക്കാണ്. സൂര്യനാരായണന്റെ ആദ്യ വിവാഹത്തിലുണ്ടായ ആ മകൾ എന്ന് കൊട്ടാരമുറ്റം തറവാട്ടിലെത്തുന്നുവോ ആ നിമിഷം മുതൽ അനുഭവയോഗ്യമാണ്. ഓ, അപ്പൊ വിൽപത്രമല്ല, ഞങ്ങൾക്കുള്ള കൊലപത്രമാണ്. ഓ, അപ്പൊ വിൽപത്രമല്ല, ഞങ്ങൾക്കുള്ള കൊലപത്രമാണിത്. വക്കീൽ വായിക്കൂ. വിൽപത്ര പ്രകാരം സൂര്യനാരായണന്റെ നിലവിലുള്ള ഭാര്യ മേനകയിൽ ജനിച്ച രംഭ എന്ന കുട്ടിക്ക് 20 കോടിക്ക് മൂല്യമുള്ള വസ്തുവകകൾ മാറ്റിവെച്ചിരിക്കുന്നു. ഒരിക്കലും കാണാത്ത ഒരുത്തിക്ക് 120 കോടി. 17 വർഷമായി കൂടെയുള്ള സ്വന്തം പേരക്കുട്ടിക്ക് വെറും 20 കോടി. നാണമില്ലടി നിനക്ക്? ഇതിന്റെ പേര് വിൽപത്രമെന്നല്ല. നീയും മകളും കൊട്ടാരമുറ്റം പാർവതിയമ്മയുടെ അടിച്ചുതളിക്കാരാണെന്ന പ്രഖ്യാപനമാണ്. മിണ്ടാതിരിക്കു സൂര്യ. അമ്മയുടെ വിൽപത്രം നിങ്ങൾ വായിച്ചു കേൾക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഈ അപകടം ഞാൻ മണത്തതാ. അറിയാമായിരുന്നു കാത്തിരിക്കുന്ന പേരക്കുട്ടിക്ക് പ്രാധാന്യം ഉണ്ടാവുമെന്ന്. പക്ഷേ എന്റെ മോളെ ഇത്രയും ചവിട്ടി തേക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ ചോരയിൽ മുക്കി എഴുതി പിടിപ്പിച്ച ഈ കുറിമാനം ഇത് നിയമത്തിന്റെ മുൻപിലേക്ക് പോണ്ട. സൂര്യ, തടയണ്ട. അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. കുറച്ച് മുദ്രക്കടലാസുകൾ കീറിക്കളഞ്ഞാൽ അതോടൊപ്പം തീരുമാനമെടുത്ത് എൻ്റെ മനസ്സും കീറിക്കളയാമെന്ന് കരുതിയോ? നിന്റെ കയ്യിലിരിക്കുന്ന മുദ്രക്കടലാസിൽ ഒരു പോറലെങ്കിലും വീണാൽ അത് കൊട്ടാരമുറ്റത്ത് നിന്ന് നിനക്ക് പുറത്തേക്കുള്ള വഴിയായിരിക്കും. മറക്കണ്ട. ഒന്ന് നിൽക്കണം. ഭീഷണിപ്പെടുത്താൻ അവകാശമുണ്ട് അവൾക്ക്, അനുസരിക്കാനും. വിൽപത്രം ഞങ്ങൾ അംഗീകരിക്കാം, ഒരു തിരുത്തോടെ. ഞാൻ ആദ്യമേ പറഞ്ഞു. സൂര്യ, വായിച്ചു കേട്ടത് ശരിയല്ലെന്ന് നിന്റെ മനസ്സും പറയുന്നുണ്ട്. ഇതാരെ കേൾപ്പിച്ചാലും ന്യായമല്ലെന്ന് അവരും പറയും. 17 വർഷം തെരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാത്തവൾക്ക് കൂടിയാൽ ഇനി ഒരു 6 മാസം. അതിനുള്ളിൽ പ്രവാചകന്മാരും ദൈവങ്ങളും ചേർന്ന് അവളെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയില്ലെങ്കിൽ കൊട്ടാരമുറ്റത്തെ സർവ്വസമ്പത്തിന്റെയും അവകാശി രംഭ മാത്രമായിരിക്കും. അതും കൂടി എഴുതി ചേർക്കണം വിൽപത്രത്തിൽ. നടക്കില്ല. നടക്കണം. വെറും മരപ്പാവകളാണ് ഞങ്ങൾ അന്ന് കരുതരുത്. 6 മാസം സമയമുണ്ടല്ലോ. അതിനിടയിൽ കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും വരില്ല എന്ന് കരുതിയാ മതി. അമ്മേ, അമ്മ ഉപാസിക്കുന്ന ദൈവങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ, അമ്മയുടെ പ്രാർത്ഥനകൾ ലക്ഷ്യം തെറ്റില്ലെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ. ഉണ്ട് മോനെ, ഉണ്ട്. കാർമേഘം സൂര്യനെ മറച്ചാലും അത് താൽക്കാലികം മാത്രമാണ് മോനെ. എൻ്റെ കൊച്ചുമോള് വരും. ഈ മുറ്റത്തെന്നെ തേടി വരും. വാ പത്മിനി.
വക്കീലിനോടും അവരോടും ഇങ്ങോട്ട് വരാൻ പറ. ചെല്ല്. ആരാ? ഞങ്ങള് പാർവതി അമ്മയെ കാണാൻ. അകത്തെന്തോ തിരക്കില്ല, ഞാൻ ചെന്ന് പറയാം.